ഇന്ന് ഒരു ജനുവരി 30 ഒരു വെടിയൊച്ചയുടെ ശബ്ദത്തിൽ ഭാരതം പകച്ചു നിന്ന ദിവസം. ആ മഹാത്മാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സെസ് റിക്രിയേഷൻ ക്ലബ് അവതരിപ്പിക്കുന്നു പൃഥ്വി. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു കഥ പറയാം. പുരാണങ്ങൾക്കും കഥകൾക്കും മുൻപേയുള്ള കഥ. നിശയും നിലാവും പിറക്കുന്നതിന് മുമ്പുള്ള കഥ. ആദി എന്നത് നിശബ്ദതയുടെ മുകളിൽ പരന്നുകിടന്ന അന്ധകാരമായിരുന്നു. പിന്നെ നിശബ്ദതയുടെ നിഗൂഢതകളിൽ നിന്ന് ഒരു മഹാവിസ്ഫോടനമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ശബ്ദം. അതായിരുന്നു ആദ്യത്തെ ദിവസം. ആയുസിനെ പിന്നോട്ടെണ്ണാൻ തുടങ്ങിയത് അന്നു മുതലായിരുന്നു. പ്രപഞ്ചം ഒരു സത്യമാവുകയായിരുന്നു. അനേക കോടി നക്ഷത്രവ്യൂഹങ്ങൾ, അസ്തിത്വം നഷ്ടപ്പെട്ട് വാപിളർന്നു നിൽക്കുന്ന തമോഗർത്തങ്ങൾ, ദൂരേക്ക് ചിതറിത്തെറിച്ച അഗ്നിച്ചീളുകൾ. അതിനിടയിൽ എവിടെയോ ദൂരെ ഒരു പൊട്ടുപോലെ സൗരയൂഥം. അതിനു നടുവിൽ അഷ്ടഗ്രഹങ്ങളുടെ വലയത്തിൽ അംശുപതിയായ സൂര്യൻ, തേജസ്വിയായ സൂര്യൻ. ഞാൻ സർവപ്രഭാമയനായ സൂര്യൻ. ഇവർ എന്റെ പ്രണയിനികൾ. ഇരവും പകലും എന്നെ പരിക്രമണം ചെയ്യുന്ന എന്റെ പ്രണയിനികൾ. ഞാൻ പ്രണയാതുരനാണ്. എന്റെ ഊർജത്തെ, എന്റെ പ്രണയത്തെ എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് പകർന്നു നൽകുന്ന അംശനാഥനാണ് ഞാൻ. ഇവരിൽ അവൾ എന്റെ പ്രിയപ്പെട്ടവൾ. ദൂരെ എന്നിലേക്കെടുക്കാനാവാതെ എന്റെ പ്രഭാവലയത്തിന്റെ വിദൂരതയിലിരുന്ന് എന്നെ പ്രണയിക്കുന്നവൾ. ശിഖരങ്ങളിൽ മഞ്ഞിന്റെ മൂടുപടമണിഞ്ഞ് അംഗങ്ങളിൽ നീല ഉടയാടകൾ ചുറ്റിയ എന്റെ പ്രണയിനി, എന്റെ ഭൂമി. ആ പുഴകൾ അതവളുടെ നീല ഞരമ്പുകളാണ്. ആ മണലാരണ്യങ്ങൾ അവളുടെ നാഭീതടങ്ങളും. മറ്റാർക്കും തരാനാവാത്ത വിധം ഒരു നനുത്ത ആവരണത്തിൽ പൊതിഞ്ഞ് എനിക്ക് വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ എന്ന പോലെ ജീവനെ കാത്തു സൂക്ഷിച്ച എന്റെ ഭൂമി. വസന്തവും ശരത്തും ഹേമന്തവും ശിശിരവും മുറതെറ്റാതെ വിരുന്നിനെത്തുന്ന ഋതുമതിയാണവൾ.
ഋതുഭേദങ്ങൾ അവളെ പരിണാമങ്ങൾക്ക് വിധേയയാക്കി. ചേതനയും വികാരങ്ങളും പരിണാമത്തിന്റെ സന്തതിയായി ജീവനിലേക്ക് സന്നിവേശം നടത്തി. പരിണാമങ്ങൾക്കൊടുവിൽ ഉത്കൃഷ്ടനായ സന്തതി ജനിച്ചു. മനുഷ്യൻ. അവന്റെ ജനനത്തിന്റെ സംഗീതം ഭയത്തോടുകൂടിയ നിലവിളിയായിരുന്നു. വിവേചന ബുദ്ധിയും അന്വേഷണത്വരയുമായിരുന്നു മറ്റു ജീവജാലങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കിയത്. അവൻ തേടിക്കൊണ്ടിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ എപ്പോഴോ പ്രോമിത്യൂസ്. അതെ, പ്രോമിത്യൂസ്. ദേവന്മാർക്കിടയിൽ നിന്നും അഗ്നി മോഷ്ടിച്ച് മനുഷ്യന് നൽകി. അഥവാ അവൻ ആദ്യം അധീനതയിലാക്കിയത് അഗ്നിയെയായിരുന്നു. അവൻ മനുഷ്യൻ തീക്ഷ്ണമായ ചിന്തകൾക്ക് വശംവദനാകുകയായിരുന്നു. പിന്നെ അവൻ തേടിയത് വേഗത്തെയായിരുന്നു. ചക്രം. അതവന്റെ ഗതിവേഗങ്ങളെ ഊർജ്ജസ്വലമാക്കി. അവന്റെ ചിന്തകൾക്കും സ്വപ്നങ്ങളുടെ രഥങ്ങൾക്കും പ്രവേഗമേറുകയായിരുന്നു. അവൻ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് കുതിച്ചു പായുകയായിരുന്നു. ഭൂമിയുടെ അല്ല, അമ്മയുടെ ഉറവ വറ്റാത്ത സമതലങ്ങളിൽ അവന്റെ സംസ്കാരങ്ങൾ വളർന്നു. അവൻ 5-ാം മലയുടെ മുകളിൽ നിന്നും 10 കൽപ്പനകൾ മോഷ്ടിച്ച് ദൈവത്തെ താഴേക്ക് വിളിച്ചു. മനുഷ്യനും ദൈവങ്ങളും ചേർന്ന് പുരാണങ്ങൾ എഴുതി. പുരാണങ്ങൾ കലയെ പ്രസവിച്ചു. സംസ്കാരങ്ങൾ സംഘടിതമായ പ്രയാണങ്ങൾ തുടർന്നു. ചിലർ സംരക്ഷകരായി. നദീതടങ്ങളിൽ നിന്നും കടൽ കടന്ന് സംസ്കാരങ്ങൾ ഭൂഖണ്ഡങ്ങളിലേക്ക് പടർന്നു. അവൻ പതിയെ പതിയെ സ്വാർത്ഥനായി തീർന്നു. അതായിരുന്നു അവനെ പിടിച്ചടക്കലുകളിലേക്കും അധിനിവേശങ്ങളിലേക്കും നയിച്ചത്. ദുർബലന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്
അന്ധകാരം പടർത്തിക്കൊണ്ടായിരുന്നു അധിനിവേശങ്ങൾ നടന്നത്. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളായിരുന്നു ഭൂമിയിലെ ആദ്യ യുദ്ധങ്ങൾ. പിന്നെ അങ്ങോട്ട് യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഈ കലിംഗയും ഈ യുദ്ധവും അശോക ചക്രവർത്തിയുടെ അഹങ്കാരമായിരുന്നു. അശോകൻ ശക്തനായിരുന്നില്ലേ? ഗജവീരന്മാരും കാലാൾപ്പടയും അശോകന്റെ പിന്നിൽ ആരവങ്ങളായിരുന്നില്ലേ? എന്റെ സാമ്രാജ്യം വിസ്തൃതമായിരുന്നില്ലേ? എന്നിട്ടെന്തായി? വെട്ടിമുറിക്കപ്പെട്ട കബന്ധങ്ങളും കൈകാലറ്റുപോയ കാലാൾപ്പടയും. മടുത്തു. എനിക്ക് തോൽക്കാൻ കൊതിയാകുന്നു. ഈ ചോരപ്പുഴയിൽ ചവിട്ടി നിന്നാണോ അശോകൻ ജയിച്ചെന്ന് പറയുന്നത്? ഈ കേൾക്കുന്ന രോദനങ്ങളാണോ അശോകന്റെ വിജയഗീതങ്ങൾ? ഇത് പോരാളിയായ അശോകന്റെ മരണമാണ്. ഇനി ഈ അശോകന്റെ സാമ്രാജ്യത്തിൽ യുദ്ധങ്ങളും വിധവകളും ഉണ്ടാവില്ല. ഇനി അശോകന്റെ സന്ദേശം ശാന്തിയാണ്. ശാന്തി. ശരണം ഗച്ഛാമി ധമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി. പശ്ചാത്താപമുണ്ടായത് ഒരു അശോക ചക്രവർത്തിക്ക് മാത്രമായിരുന്നു. പക്ഷേ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പലായനങ്ങൾ തുടർക്കഥകളായി. ദുർബലമായിരുന്ന ജനതയെ ഭാഷയും വർണ്ണവും വേർതിരിച്ചു. അടിമത്തം, ജന്മനാ വിധിക്കപ്പെട്ട മനുഷ്യർ. അപ്പോഴെല്ലാം ഏഴാം കടലിലെ പ്രകാശത്തിന്റെ തുരത്തിൽ നിന്നും ചില വെള്ളരിപ്രാവുകൾ പറന്നു വന്നു. മണലാരണ്യത്തിലെ പ്രവാചകനായി ഗാഗുൽത്തായിലെ കണ്ണുനീരായി. പിന്നെ ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അർത്ഥനഗ്നനായി ഒരു ഊന്നുവടിയിൽ സാമ്രാജ്യത്വത്തിനെതിരായി നടന്നു നീങ്ങിയ അഹിംസാവാദിയായ ഒരു ഫക്കീർ. രഘുപതി രാഘവ രാജാ ഒടുവിൽ ആ ശാന്തിയും
ഒരു ഗോഡ്സെയുടെ തോക്കിൻകുഴലിൽ അവസാനിച്ചു. ഭൂമിക്ക് ചൂടുപിടിക്കുകയായിരുന്നു. മക്കളുടെ കടന്നാക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും അവൾ വിധേയയാവുകയായിരുന്നു. അവളുടെ ശീതളിമയ്ക്ക് മങ്ങൽ വീണു തുടങ്ങി. മനുഷ്യന്റെ വിപ്ലവങ്ങളുടെ തേരോട്ടങ്ങളിൽ അവൾ നിസ്സഹായയാവുകയായിരുന്നു. യൗവനം അകാലത്തിൽ അവൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ഓർമ്മയില്ലേ എന്നെ? വിദൂരതയിലിരുന്ന് സൂര്യൻ പ്രണയിച്ച ഭൂമിയെ. അവന്റെ പ്രണയം മഴയായി പെയ്തതും അതിൽ ജീവനും അസംഖ്യം സസ്യജാലങ്ങളും നാമ്പെടുത്തതും നിനക്കോർമ്മയില്ലേ? ഒരു വസന്തത്തിൽ ലജ്ജാവതിയായിരുന്ന എന്നെ നിനക്കോർമ്മയില്ലേ? പിന്നെന്തിനാണ് നീ എന്നെ കരയിച്ചത്? എന്റെ ജീവനാഡികളുടെ കരയിലായിരുന്നില്ലേ നിന്റെ വളർച്ചയത്രയും? എന്തിനായിരുന്നു നീ എന്റെ പ്രവാഹങ്ങളെ തടഞ്ഞത്? എന്തിനാണ് എന്റെ ജലധാരകളെ നീ വിഷപാത്രങ്ങളാക്കിയത്? എന്തിനാണ് നിന്റെ വിപ്ലവത്തിന്റെ വിഴുപ്പിനെ എന്റെ നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞത്? എന്റെ ജീവവായുവിനെ മലീമസമാക്കിയത്? നിങ്ങൾ എഴുതിയ കഥകളിൽ ദേവിയായിരുന്നില്ലേ ഞാൻ? ജനനി എന്നല്ലേ നീ എന്നെ വിളിച്ചിരുന്നത്? ഭൂമി എന്നാൽ ക്ഷമയെന്നല്ലേ നീ പറഞ്ഞിരുന്നത്? ക്ഷമിച്ചില്ലേ? പടയോട്ടങ്ങൾ നടന്നപ്പോഴും നെറുകയിൽ രക്തമേറ്റിയപ്പോഴും ക്ഷമിച്ചില്ലേ ഞാൻ? ഇതെന്റെ വിലാപമല്ല, അവസാന പ്രാണനും പിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള എന്റെ അപേക്ഷയാണ്. നിന്റെ അമ്മയുടെ അവസാന അപേക്ഷ. ആ നിലവിളി മനുഷ്യൻ കേട്ടില്ല. അവന്റെ ഭ്രാന്തമായ ആർത്തി അതിനവനെ അനുവദിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും അമ്മയെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അവന്റെ പ്രജ്ഞയിൽ കരിനിഴൽ വീണുകൊണ്ടിരുന്നു. ഭൂമി, അവൾ ഒരു കണ്ണുനീർ തുള്ളിയാണ്. അടർന്നു വീഴാൻ തുടങ്ങുന്ന ഒരു വലിയ തുള്ളി. നിന്റെ സമയം വിദൂരമല്ല. നീ നടുന്നതും കിളിർപ്പിക്കുന്നതും ശാന്തനായ മരത്തെ നീ വിഷം തളിച്ചതത്രയും നിന്റെ മക്കളുടെ തലയിൽ.
സമയം വിദൂരമല്ല. അവൾ എല്ലാം മറന്ന് പൊട്ടിക്കഴിയുന്ന നിമിഷം, അവൾ എല്ലാം മറന്ന് പൊട്ടിക്കഴിയുന്ന നിമിഷം നിന്റെ സമയം വിദൂരമല്ല. അത് പറയാൻ ഞാനോ നിങ്ങളോ ഉണ്ടാകില്ല. വരണ്ട നദിയുടെ ആത്മാവിനെ കുഴിച്ചെടുക്കുമ്പോൾ ഓർക്കുക, ആർത്തുപെയ്യുന്നോരിടവപ്പാതിയിൽ നീ ഒലിച്ചുപോയേക്കാം. ആർത്തലച്ചെത്തുന്ന മഴ നിലയ്ക്കും, അലറിപ്പതഞ്ഞൊരാ പുഴ മരിക്കും. മർത്യ മനുജ നീ ഓർത്തുകൊള്ളുക, നീ തന്നെ നിന്നാശഹേതുവെന്ന്. ആർത്തലച്ചെത്തുന്ന മഴ നിലയ്ക്കും, അലറിപ്പതഞ്ഞൊരാ പുഴ മരിക്കും. മർത്യ മനുജ നീ ഓർത്തുകൊള്ളുക, നീ തന്നെ നിന്നാശഹേതുവെന്ന്. എത്തുന്ന മഴ നിലയ്ക്കും, അലറിപ്പതഞ്ഞൊരാ പുഴ മരിക്കും. മർത്യ മനുജ നീ ഓർത്തുകൊള്ളുക, നീ തന്നെ നിന്നാശഹേതുവെന്ന്. മർത്യ മനുജ നീ ഓർത്തുകൊള്ളുക, നീ തന്നെ നിന്നാശഹേതുവെന്ന്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സെസ് റിക്രിയേഷൻ ക്ലബിന്റെ പൃഥ്വി ഇവിടെ പൂർണ്ണമാകുന്നു. രചന സംവിധാനം എൽദോസ് കുര്യാക്കോസ്. കവിത വന്ദന. വിവരണം പ്രശാന്ത് VSSA. സാങ്കേതിക സഹായം സുജേഷ് ആനിയപ്പൻ, ജയപ്രകാശ് K.